ഗൈസ്, അപ്പോൾ രാവിലെ പണികളുടെയൊക്കെ ഇടയിലായിരുന്നേ. അപ്പം നമ്മുടെ അന്നേരം കണ്ടത് നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയും നമ്മുടെ കാക്കകളും തമ്മിൽ നല്ല അടിയായിരുന്നു. കാരണം അവൾക്ക് മനസ്സിലായി അവളുടെ ഫുഡൊക്കെ അവർ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് മാക്സിമം അതിൻ്റെ അടുത്തൊന്നും മാറാതിരുന്ന് അവരാണെങ്കിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അവൾ അടുത്തൊന്നും മാറാതെ ഇരുന്ന് അവരെ കഴിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ കുറച്ചേ കഴിക്കത്തുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം വന്ന് കാക്കകളാട്ടോ കഴിക്കുന്നത്. കാക്കകൾ മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട്. അവൾ കഴിച്ച ശേഷമാണ് ഇപ്പം എല്ലാവരും വന്ന് കഴിക്കുന്നത്. ഇപ്പം കണ്ട കുറിഞ്ഞി മനസ്സിലായി. കുറിഞ്ഞി എന്താ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതെന്ന് കണ്ടോ? കുറേ കാക്കകൾ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് കുറച്ച് ലേറ്റായിപ്പോയി ഫുഡ് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അവർ രാവിലെ തൊട്ടേ ബഹളമായിരുന്നു. എന്നിട്ട് അവർക്ക് വിശന്നിട്ട് ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പക്ഷേ എന്ത് ചെയ്താൽ കണ്ടില്ലേ ഒരാളിരിക്കുന്നത് കൊമ്പത്ത്. ഒരാൾ മാത്രമല്ല കേട്ടോ, ഓരോ ജില്ലയിലായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് വെയിറ്റ് ചെയ്തേ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കഴിക്കും, എന്നിട്ട് വന്ന് കഴിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോഴത്തേനും അത് കേട്ടിട്ട് ബാക്കി എല്ലാവരും കൂടെ വരുവേ. എന്നിട്ട് 1 by 1 ആയിട്ട് ഓരോരുത്തർ കഴിച്ചിട്ട് പോവേ. നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് വയറൊക്കെ നിറഞ്ഞു. എന്നാലും അവൾക്ക് ഇവർ വരുമല്ലോ, അവളുടെ ഫുഡ് എടുത്ത് കഴിക്കുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് അവൾക്ക് അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് കുറച്ച് മടി. ഞാൻ എന്നിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുക. ശരിക്കും ഈ പൂച്ചകളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെ കുശുമ്പുണ്ടല്ലോ അല്ലേ. എന്നിട്ട് അവൾ പോയില്ല. അവളവിടെ സൈഡിൽ തന്നെ ഇരുന്നു. കാക്കകൾ വന്ന് കഴിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ എന്നാ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു. അവളവിടെ ഇരുന്ന് മുഖമൊക്കെ കഴുകി സെറ്റാക്കുന്നുണ്ട്. കണ്ടോ, മുകളിലൊരു കാക്ക വന്നേ. അപ്പോഴത്തേനും അവൾ എന്നാ ചെയ്തു എന്ന് വെച്ചാൽ നൈസായിട്ട് പോയി ഫുഡ് കഴിക്കുന്ന പോലെയൊക്കെ കാണിക്കും കേട്ടോ. കാരണം അത് വന്ന് കഴിക്കുമല്ലോ എന്ന് ഓർത്തിട്ടേ. എനിക്ക് ഭയങ്കര കുശുമ്പി കേട്ടോ അവൾ. കണ്ടോ, ഒരാളൊന്നും അല്ല, 2-3 കാക്ക വന്ന് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഈ മണ്ടയിലിരിക്കുന്ന കാക്ക വന്ന് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള അവർക്കും കൂടെ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ അവൾ പതിയെ മാറിപ്പോയിട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കാക്ക താഴെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാക്കകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് കണ്ടോ. അവൾ അങ്ങോട്ട് പതിയെ മൂവ് ചെയ്ത് ബാക്കി കാക്കകൾ വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ളതുങ്ങൾ ഇവൾ കഴിച്ചിട്ട് മാറിയിട്ട് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച അപ്പുറം സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരാളും, അപ്പോൾ ഒരാൾ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ കഴിക്കുമ്പോൾ അടുത്ത ആൾ നോക്കും. അങ്ങനെയാണ് അവർ ഫുഡ് കഴിക്കുന്നത്. കണ്ട, ഒരാൾ കഴിച്ചിട്ട് പറന്നു പോയി. അപ്പോൾ അടുത്ത ആൾ കഴിക്കുവാണേ. ശരിക്കും കാക്കക്കൂട്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലൊരു ഗ്യാങ് തന്നെ കേട്ടോ. അവരാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് തമ്മിൽ. കണ്ട, അടുത്ത ആൾ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം വേറെ വേറെ കാക്കകളാട്ടോ. ഓരോരുത്തരായിട്ട് വന്ന് ലൈനായിട്ടാട്ടോ കഴിച്ചിട്ട് പോകുന്നത്. ഇത് ശരിക്കും എനിക്കൊരു ഹോബിയായി മാറി, ഇവർക്കൊക്കെ ഫുഡ് കൊടുക്കുന്നതൊക്കെ. മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ അവിടെ എനിക്കൊരു 2 മൈന ഉണ്ടായിരുന്നു ഇങ്ങനെ ഡെയിലി വരുന്നത്. അവരെന്നും രാവിലെ വന്ന് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വരെ കയറി വരുമായിരുന്നു കേട്ടോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അത്രയും കൂട്ടായിരുന്നു ഞങ്ങളെ. അങ്ങനെ ഡെയിലി വരുന്ന കുറേ പക്ഷികൾ, അവിടെ കുറേ കാക്കയൊക്കെ ഉണ്ടായിരുന്നു, അവർക്കും കൊടുക്കുമായിരുന്നു കേട്ടോ. എന്നാലും മെയിനായിട്ട് ഈ 2 മൈനയായിരുന്നു. അതേപോലെ തന്നെ കയറി വന്നതാട്ടോ നമ്മുടെ ഈ കുറിഞ്ഞിപ്പൂച്ചയ്ക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നേ. അവിടെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് കയറി വന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവളെ അവിടെ വിട്ടിട്ട് വരാൻ വിഷമമായതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാട്ടോ. കണ്ടില്ലേ, കാക്കകൾ ഓരോരുത്തരായിട്ട് മാറി വന്ന് എല്ലാവരും വന്നിട്ട് ആദ്യം ആ ടേബിളിൻ്റെ മണ്ടയിലിരുന്ന് ഊഞ്ഞാലാട്ടോ. ഊഞ്ഞാലാടിയാണ് വന്നിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗായ്സ്. താങ്ക് യു.